നമസ്കാരം. 140 ന്യൂസിലേക്ക് സ്വാഗതം. തമിഴ്നാട് സർക്കാർ 100 ദിനങ്ങൾ പൂർത്തിയാക്കുമ്പോൾ വികസന രംഗത്ത് വൻ വിപ്ലവമാണ് നടക്കുന്നത്. തലമുറകൾക്കായി ഒരു സർക്കാർ എന്ന ലക്ഷ്യത്തോടെ 100 ദിന നേട്ടങ്ങളാണ് നടപ്പിലാക്കിയിരിക്കുന്നത്. വിശദമായി നോക്കാം. സ്ത്രീകളുടെ സുരക്ഷയ്ക്കായി പ്രത്യേക ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചു. സർക്കാർ ആശുപത്രിയിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് 1 ഗ്രാം സ്വർണ്ണമാല നൽകുന്ന തായ് സെയ്യൊരു മാല പദ്ധതിയിലൂടെ 560 കോടി രൂപ അനുവദിച്ചു. തോഴി ഗ്ലോബൽ നിക്ഷേപ കോൺക്ലേവ് 2026 വഴി 1 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം ആകർഷിച്ചു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആരാധനാലയങ്ങൾ എന്നിവയ്ക്ക് സമീപമുള്ള 717 മദ്യശാലകൾ അടപ്പിച്ചു. തോഴി സ്കിൽ ഡ്രൈവിലൂടെ 12 ലക്ഷം വിദ്യാർത്ഥികൾക്കും 1 ലക്ഷം യുവാക്കൾക്കും നൈപുണ്യ വികസന പരിശീലനം നൽകി. Tier 2 നഗര വികസനം, ലൈറ്റ് ഹൗസ് സ്കീം തുടങ്ങിയവയ്ക്കായി 6000 കോടി രൂപയുടെ പദ്ധതി വകയിരുത്തി. ലഹരി ഉപയോഗവും കടത്തും തടയാൻ പ്രത്യേക ടാസ്ക് ഫോഴ്സ്, ഇന്റലിജൻസ് ഓഫ് നർക്കോട്ടിക്സ് ആൻഡ് ലഹരി സർവീസ് എന്നിവ രൂപീകരിച്ചു. സ്ത്രീകളുടെ ക്ഷേമത്തിനായി 1 പവൻ സ്വർണവും പട്ടയ സർട്ടിഫിക്കറ്റും നൽകാൻ അണ്ണൻ നിധി പദ്ധതിയിലൂടെ 612 കോടി രൂപ നീക്കിവെച്ചു. കിഡ്നി രോഗികൾക്ക് 4000 രൂപയും മരുന്ന് നൽകുന്നതിന് 2750 രൂപയും നൽകുന്ന പ്രത്യേക ആശ്വാസ പദ്ധതി പ്രഖ്യാപിച്ചു. തോഴി ഭവന പദ്ധതിക്കായി 3500 കോടി രൂപ അനുവദിച്ചു. 150 ദിവസത്തെ തൊഴിലുറപ്പ് പദ്ധതിയായ തോഴി 150 സ്കീം നടപ്പിലാക്കി. സ്ത്രീകൾക്ക് ആദ്യ ഗഡു ധനസഹായം നൽകുന്ന തോഴി മഹിളാ സ്വയം തൊഴിൽ പദ്ധതിക്ക് തുടക്കമിട്ടു. 2 മാസത്തിൽ 500 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്ന ഉപഭോക്താക്കൾക്ക് 200 യൂണിറ്റ് സൗജന്യമായി നൽകുന്നു. 6 മുതൽ 8 വരെ ക്ലാസുകളിലെ 12,87,133 കുട്ടികൾക്ക് കൂടി പ്രഭാത ഭക്ഷണം നൽകുന്ന സ്കൂൾ പ്രഭാത ഭക്ഷണ പദ്ധതി നടപ്പിലാക്കാൻ 710 കോടി രൂപ അനുവദിച്ചു. കർഷകരുടെ കാർഷിക വായ്പ ഇളവിനായി 6000 കോടി രൂപ മാറ്റിവെച്ചു. കോളേജ് വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് നൽകുന്നതിനായി തോഴി ലാപ്ടോപ്പ് സ്കീമിലൂടെ 2000 കോടി രൂപ വകയിരുത്തി. സൈക്കിളുകൾ, സ്പോർട്സ് കിറ്റുകൾ എന്നിവ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ 11ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് നൽകി. വരുമാനവും സ്വയം പര്യാപ്തതയും ലക്ഷ്യമിട്ട് അർബൻ പ്ലാൻ ഏരിയകൾ, മൾട്ടി സ്റ്റോറി റെസിഡൻഷ്യൽ പദ്ധതികൾ നടപ്പിലാക്കുന്നു.